ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് അലീന ജോസഫ്. ഞാൻ വരുന്നത് കാഞ്ഞിരപ്പള്ളി രൂപതയിലെ തുലാപ്പള്ളി ഇടവകയിൽ നിന്നാണ്. ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. ഞാനിവിടെ ആദ്യം സാക്ഷ്യം പറഞ്ഞതിന് ശേഷം ജർമ്മനിക്ക് നേഴ്സിംഗ് പഠിക്കാൻ പോയ വിദ്യാർത്ഥിയാണ്. ജർമ്മനി ചെന്ന് 1 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ കൈക്ക് 2 കൈയിലും ഒരു അലർജി പോലെ വന്നു. ഭയങ്കര ചൊറിച്ചിലായിരുന്നു. രാത്രിയിലൊക്കെ കിടക്കുമ്പോൾ നല്ല ചൊറിച്ചിലാണ്. എന്നിട്ട് അതിങ്ങനെ പൊട്ടുന്ന പോലെ വന്നു. അപ്പം ഞാൻ അവിടെ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ എനിക്ക് മരുന്നൊക്കെ തന്നു. അത് ഞാൻ പുരട്ടുകയൊക്കെ ചെയ്തു. പക്ഷേ എനിക്ക് വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. ഈ സ്കിന്നിലെ അലർജി ഭയങ്കര കൂടുന്നത് പോലെ എനിക്ക് തോന്നി. അപ്പം എൻ്റെ മമ്മി ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞിരുന്നു. മമ്മി ഇവിടെ 13/5/24 വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തു. അപ്പം മമ്മിയോട് ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ ഈ അലർജിയുടെ കാര്യം ഒരു നിയോഗമായിട്ട് എഴുതണമെന്ന്. അപ്പം ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയ ഉടമ്പടി തൈലവും ഉപ്പൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പം ഞാൻ ഡെയിലി പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം ഈ ഉടമ്പടി തൈലം പുരട്ടുകയും ഉപ്പ് കഴിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിൻ്റെ ഫലമായിട്ട് എൻ്റെ അലർജി പൂർണ്ണമായിട്ട് മാറി. ഇപ്പോൾ അതിൻ്റെ ചെറിയ പാടുകൾ മാത്രമേ ഉള്ളൂ എൻ്റെ 2 കൈയിലും. രണ്ടാമത്തെ സാക്ഷ്യം, എൻ്റെ പപ്പയും മമ്മിയും ഒരു വ്യക്തി ഹെൽപ്പ് ചെയ്തതിന് വേണ്ടി വേറൊരു ആളുടെ കയ്യിൽ നിന്ന് കുറച്ച് ക്യാഷ് കടം വാങ്ങിച്ചിരുന്നു. 3 മാസത്തിനുള്ളിൽ തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞായിരുന്നു അത് വാങ്ങിച്ചിരുന്നത്. പക്ഷേ അത് 3 മാസം കഴിഞ്ഞിട്ടും തിരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അത് പിന്നെ വലിയൊരു ബാധ്യതയിലേക്ക് പോയി. ഞങ്ങൾ എങ്ങനെയൊക്കെ നോക്കിയിട്ടും അത് ഞങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയിരുന്നില്ല. അതും അമ്മ ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ ഒരു നിയോഗമായിട്ട് എഴുതിയിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ആ ക്യാഷ് ഞങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ സാധിച്ചു. അത് പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ അനുഗ്രഹമായിട്ട് ഞങ്ങൾ കാണുന്നു. മൂന്നാമത്തെ സാക്ഷ്യം, എനിക്ക് ജർമ്മനിയിലെ എൻ്റെ വീസ ഈ 2025 ഫെബ്രുവരിയിൽ തീർന്നു. അപ്പം നമ്മൾ പുതുക്കേണ്ട സമയമാണ്. അപ്പോൾ പുതുക്കാനുള്ളത് ഞാൻ ജാനുവരിയിൽ തന്നെ അപ്ലൈ ചെയ്തിരുന്നു. പക്ഷേ എനിക്ക് ഞാൻ കുറേ വെയിറ്റ് ചെയ്യേണ്ടി വന്നു എൻ്റെ പുതിയ വീസ കിട്ടാൻ. അങ്ങനെ ഏപ്രിൽ മാസം എൻ്റെ അടുത്ത കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ ഈ പുതിയ വീസ ഉണ്ടെങ്കിലേ ആ കോഴ്സ് എനിക്ക് ക്ലാസ്സിൽ പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ കുറേ വെയിറ്റ് ചെയ്തിരുന്നു. അവിടുത്തെ ആംറ്റിൽ ഞാൻ വിളിക്കുകയും മെയിൽ അയക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അവരെന്നോട് എപ്പോഴും പറയുന്നത് നീ വെയിറ്റ് ചെയ്യണമെന്നാണ്. അങ്ങനെ എനിക്ക് വളരെ മാനസിക ബുദ്ധിമുട്ടായി. കാരണം 1-ാം തീയതി ക്ലാസ്സിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ടായിരുന്നു എൻ്റെ വിഷമം. അപ്പം ആ സമയത്ത് എൻ്റെ മമ്മി എന്നോട് പറഞ്ഞു, നീ ഡെയിലി ബ്രെഡ് കൂടി പ്രാർത്ഥിക്കുക. അതുവരെ ഞാൻ ഡെയിലി ബ്രെഡ് കൂടുന്ന ഒരാളായിരുന്നില്ല. ഞാൻ വിചാരിച്ചിരുന്നത് അച്ഛൻ്റെ ബുധനാഴ്ചത്തെ ധ്യാനമുണ്ട്, നമ്മൾ സാക്ഷ്യം കേൾക്കുന്നുണ്ട്, അപ്പോൾ ഡെയിലി ബ്രെഡും കൂടണോ, അങ്ങനെ ഒരു സംശയത്തിലായിരുന്നു. പക്ഷെ അന്ന് മമ്മി എന്നോട് പറഞ്ഞിട്ട് മമ്മി എനിക്കത് വാട്സപ്പ് വഴി അയച്ചു തന്നു. അന്നത്തെ ആ ഡെയിലി ബ്രെഡ് ഞാൻ കൂടി. അത് കൂടിയപ്പോൾ അത് ശരിക്കും എൻ്റെ ലൈഫിലെ കാര്യങ്ങളാണ് അച്ഛൻ പറയുന്നതെന്ന് എനിക്ക് തോന്നി. അതൊരു വലിയൊരു ദൈവാനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം നമ്മുടെ ലൈഫിൽ ദൈവം ഇടപെടുന്നില്ല എന്ന് നമ്മൾ തോന്നി ഇങ്ങനെ കുറ്റം പറഞ്ഞിരിക്കുന്ന സമയം അത് നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ദൈവത്തെ കൂടുതൽ മഹത്വപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഞാൻ പിന്നീട് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ കുറ്റപ്പെടുത്തലുകളെല്ലാം ഞാൻ മാറ്റി വെച്ചിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. മമ്മി ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയതിന് ശേഷം അതിൻ്റെ 2 ദിവസത്തിനുള്ളിൽ തന്നെ എൻ്റെ പുതിയ വിസ എനിക്ക് അടിച്ചു കിട്ടി. എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം, എൻ്റെ അനിയത്തിക്ക് +1 നല്ലൊരു അഡ്മിഷൻ കിട്ടണമെന്നുള്ളതായിരുന്നു. അതും മമ്മിയുടെ ഒരു നിയോഗമായിരുന്നു. അതുവഴി അവൾക്ക് +1 നല്ലൊരു അഡ്മിഷൻ കിട്ടി. അവളിപ്പോൾ +2 പഠിക്കുന്നു. പിന്നെ ഞങ്ങളുടെ ആധ്യാത്മിക ജീവിതം എന്ന് പറഞ്ഞാൽ മമ്മി എല്ലാ ദിവസവും കൃത്യമായിട്ട് പ്രാർത്ഥനകൾ 5 മണിക്ക് 5:30 പ്രാർത്ഥന ചൊല്ലുകയും വൈകിട്ടത്തെ പ്രാർത്ഥന ചൊല്ലുകയും പപ്പായും മമ്മിയും അനിയത്തിയും അവർ കുടുംബ പ്രാർത്ഥന എല്ലാ ദിവസവും മുടങ്ങാതെ ചൊല്ലുകയും ഞാൻ ജർമ്മനിയിൽ എൻ്റെ സമയത്തിരുന്ന് ഞാൻ അവിടെ പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ കൃപാസനം പത്രം ബസ് സ്റ്റാൻഡിലും പിന്നെ ആശുപത്രികളിലും ഒക്കെ കൊടുത്തിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ ജോലിക്ക് പോകുമ്പോൾ അവിടുത്തെ പേഷ്യൻസിനും എൻ്റെ കയ്യിലുള്ള ജർമ്മൻ പത്രം കൊടുക്കുമായിരുന്നു. അവരോട് ഇവിടുത്തെ കൃപാസനത്തിൽ അമ്മയെക്കുറിച്ച് പറയുമായിരുന്നു. എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ അവരോട് പറയുമായിരുന്നു. പിന്നെ പൊതിച്ചോറൊക്കെ ഞങ്ങൾ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുമായിരുന്നു. പിന്നെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങളെല്ലാം മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുമായിരുന്നു. പിന്നെ എൻ്റെ ആധ്യാത്മിക ജീവിതത്തിൽ ഞാൻ 2022 ഉടമ്പടി എടുത്ത ആളാണ്. അതിനുശേഷം എൻ്റെ ആധ്യാത്മിക ജീവിതത്തിൽ ഒരുപാട് പുരോഗതികൾ എനിക്കുണ്ടായിട്ടുണ്ട്. നേരത്തെ ജപമാലയൊക്കെ ചൊല്ലാനിരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ വെറുതെ ഇങ്ങനെ ചൊല്ലിപ്പോകുന്ന ഒരാളായിരുന്നു ഞാൻ. ഇപ്പോൾ എനിക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അതിനകത്തൊക്കെ ഒരുപാട് രഹസ്യങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കി എനിക്കത് ചൊല്ലാൻ സാധിക്കുന്നുണ്ട്. ഇത്രയേറെ അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി. സങ്കീർത്തനങ്ങൾ 53, 7, 8 തിരുവചനങ്ങൾ. അവിടുന്ന് എൻ്റെ സഹായമാണ്,
അങ്ങയുടെ ചിറകിന് കീഴിൽ ഞാൻ ആനന്ദിക്കും. എൻ്റെ ആത്മാവ് അങ്ങയോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു. അങ്ങയുടെ വലതുകരം എന്നെ താങ്ങി നിർത്തുന്നു. അലീന ജോസഫ് എന്ന ഈ മകൾ അമ്മയോടും സഹോദരിയോടുമൊപ്പം പരിശുദ്ധ കൃപാസന മാതാവിലെ ഉടമ്പടി ജീവിതത്തിലൂടെ ലഭിച്ച ദൈവാനുഭവങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഉടമ്പടി എടുത്ത് അമ്മ മാതാവിൻ്റെ സഹായത്താൽ വിദേശത്ത് പോകുവാൻ ഭാഗ്യം ലഭിച്ച മകൾ അമ്മയുടെ സംരക്ഷണയിൽ നന്ദി പറഞ്ഞാണ് വിദേശത്തേക്ക് പഠനത്തിനും ജോലിക്കുമായി മകൾ പോകുന്നത്. മകൾ പറയുന്നുണ്ട്, അവിടെ ചെന്നതിന് ശേഷം കൈകളിലൊക്കെ മുഴുവൻ അലർജി വന്ന് വല്ലാതെ ക്ലേശം അനുഭവിച്ച ദിനങ്ങളെക്കുറിച്ച്, മരുന്നിനൊന്നും അത് കഴിച്ച് മാറാതെ പ്രയാസം അനുഭവിച്ച നാളുകളിൽ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി നിയോഗമായി അത് എഴുതി സമർപ്പിക്കുകയും മകൾ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ആ നാളുകളിൽ പ്രത്യേകമാംവിധം ഉപയോഗിക്കുകയും ചെയ്തതിലൂടെ അത് പൂർണ്ണമായി രോഗം സൗഖ്യപ്പെട്ടതിനെയാണ് ആദ്യം സാക്ഷ്യപ്പെടുത്തിയത്. രണ്ടാമത്തത് മകൾ സൂചിപ്പിച്ചത് കുടുംബത്തിൻ്റെ ഒരു സാമ്പത്തിക വിഷയമാണ്. അത് പണം തിരികെ കൊടുക്കുവാനാവാതെ ക്ലേശിച്ച നാളുകളിൽ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ എഴുതി സമർപ്പിച്ചതിലൂടെ അതിനുള്ള സാഹചര്യങ്ങൾ ക്രമീകരിച്ച് കിട്ടുകയും ആ കടബാധ്യതകളിൽ നിന്ന് പണം അത് കൊടുത്തു വീട്ടുവാനുള്ള സാധ്യത തുറന്നു കിട്ടിയതിനെയാണ് സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തിയത്. ഭാരം ലഘൂകരിച്ച് കിട്ടിയതിനെയാണ് ഓർമ്മിച്ചെടുത്ത് സൂചിപ്പിച്ചത്. മൂന്നാമത്തത് മകൾ സൂചിപ്പിച്ചത് മകളുടെ വിസ കാലാവധി തീർന്ന വിഷയമാണ്. വിദേശ രാജ്യത്ത് പോയി വിസ ഇല്ലാതെ തുടർന്ന് പഠനം ജോലി നമുക്ക് തുടരുവാൻ സാധിക്കുകയില്ല. അതേറെ ജീവിതത്തെ തന്നെ വല്ലാതെ കലുഷിതമാക്കുന്ന, ഏറെ ആഗ്രഹിച്ച, ഒത്തിരി പരിശ്രമിച്ച് ചെന്നെത്തിയിടത്തു നിന്ന് തിരികെ നാട്ടിലേക്ക് പാതുവഴിയിൽ മടങ്ങേണ്ടി വരുന്ന വലിയൊരു ക്ലേശാവസ്ഥയിലേക്കാണ് നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുക. മകൾ അതാണ് നേരിട്ടതിനെക്കുറിച്ച് സൂചിപ്പിക്കുക. അല്പം ഒന്ന് പരിഭ്രമിക്കുകയും അമ്മ മാതാവിനോട് പോലും ഒരിത്തിരി കലഹത്തിൽ മകൾ ജീവിക്കുകയും ചെയ്തതിനെ ആ നാളുകളിൽ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഉടമ്പടി ധ്യാനത്തിലൂടെ ആ ഒരാഴ്ച മകളിങ്ങനെ ആഗ്രഹിച്ച് കേട്ടിരിക്കുമ്പോൾ മുഴുവൻ കാര്യങ്ങളും അച്ഛൻ മോളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നത് പോലെ മനസ്സിലാവുകയും പിന്നെ ഉടമ്പടിയിൽ കൂടുതൽ തീഷ്ണതയോടുകൂടി നിലനിൽക്കുവാനും ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ആ വിസ ലഭിക്കുവാനും തുടർന്നുള്ള പഠനവും ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകുവാനും മകൾക്ക് ലഭിച്ച അനുഭവത്തെയാണ് സാക്ഷ്യപ്പെടുത്തിയത്. അതോടെ അനിയത്തിക്ക് +1 പ്രവേശനം ലഭിച്ചതിനെയും സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തി. പ്രിയമുള്ളവരെ, ഓരോ ഉടമ്പടി ജീവിതവും നമുക്ക് പങ്കുവെച്ചു തരിക ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിത പ്രതിസന്ധികളെ അമ്മ മാതാവിന് സമർപ്പിക്കുമ്പോൾ അമ്മ മാതാവ് അത് തരണം ചെയ്യുവാനുള്ള ആത്മശക്തിയും പുതിയ വഴികളും നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിന് കൈമാറുമെന്നുള്ളതാണ്. മകളത് പറയുന്നുണ്ട്, ഞാൻ ഉടമ്പടി തൈലം എൻ്റെ കരങ്ങളിൽ പൂശി പ്രാർത്ഥിക്കുമ്പോൾ മറ്റ് മരുന്നോ ലേപനമോ ഒന്നും ഉപയോഗിക്കാതെ അതിലൂടെ മാത്രം എൻ്റെ അമ്മ മാതാവ്, സഞ്ചാരി മാതാവ് ഈശോയുടെ സഹായത്താൽ പൂർണ്ണമായും ആ രോഗാവസ്ഥയിൽ എന്നെ സൗഖ്യപ്പെടുത്തി. എനിക്കെൻ്റെ വിസ അത് തീരുകയും മറ്റൊന്ന് കിട്ടാതിരുന്നാൽ എൻ്റെ ജീവിതം വലിയ പ്രതിസന്ധിയിലേക്ക് വീഴുമെന്ന് ഞാൻ കണ്ട നാളുകളിൽ എനിക്ക് വേണ്ടി തന്നെ അച്ഛൻ ദൈവിക സന്ദേശങ്ങളെ വെളിപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നുവെന്ന്. ഓരോ ഉടമ്പടി ധ്യാനത്തിൻ്റെയും പ്രത്യേകത അത് അച്ഛന് പ്രാർത്ഥനാ നിമിഷങ്ങളിൽ അമ്മ മാതാവും ഈശോയും വെളിപ്പെടുത്തുന്ന സന്ദേശങ്ങളും രഹസ്യങ്ങളുമാണ് നമ്മോട് പങ്കുവെക്കുന്നത്. അതുകൊണ്ട് അത് ഏതെങ്കിലും ടെക്സ്റ്റോ ബുക്കോ പഠിച്ചു വന്ന് അച്ഛൻ പങ്കുവെക്കുന്നൊരു പ്രസംഗമല്ല, മറിച്ച് ദൈവിക പ്രചോദനത്താൽ ദൈവത്തിൻ്റെ മക്കൾക്ക്, ദൈവ പൈതങ്ങൾക്ക് ഓരോ നിമിഷവും കൊടുക്കേണ്ട സന്ദേശങ്ങളെയാണ് കൈമാറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് രോഗമാവാം, ജീവിത ദുരിതമാവാം, വല്ലാതെ നിരാശയുടെ ദിവസങ്ങളാവാം, ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന അവസരങ്ങളാവാം, നാം ഉടമ്പടി ധ്യാനത്തിലൂടെ ഇങ്ങനെ ചേർന്ന് സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ പുതിയൊരു താക്കോൽ നമ്മുടെ ജീവിത പ്രശ്നം തുറന്ന് പരിഹരിക്കുവാനുള്ള കീ അതിലൂടെ നമുക്ക് കൈമാറിക്കൊണ്ടിരിക്കും. നമ്മൾ ഈ ധ്യാനം കൂടുക എന്നതിൻ്റെ അർത്ഥം അച്ഛൻ പറഞ്ഞതുകൊണ്ട്, ഉടമ്പടി എടുത്തതുകൊണ്ട് ഒരു ബാധ്യതയായി അത് കൂടുകയല്ല, മറിച്ച് നാം എഴുതി വച്ചിരിക്കുന്ന നിയോഗങ്ങൾക്ക്, നാം അമ്മയോട് പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങൾക്ക് നമ്മുടെ പുതിയ വാതിൽ തുറക്കുന്നതിന്, പ്രശ്നപരിഹാരത്തിനുള്ള വഴി തുറക്കുന്നതിന് നമുക്കുള്ള ദൈവിക സന്ദേശത്തെ അച്ഛൻ്റെ പ്രാർത്ഥനയിലൂടെ, അച്ഛൻ്റെ സന്ദേശത്തിലൂടെ ഓരോ ആഴ്ചയിലും കൈമാറുകയാണ്. അതുകൊണ്ട് ആരാണോ ഹൃദയപൂർവ്വം
ആത്മാവിൻ്റെ സന്തോഷത്തിൽ ദൈവസ്വരം കേൾക്കുവാനായി ധ്യാനത്തിലേക്ക് ജീവിതം ചേർത്ത് വയ്ക്കുക. അവർക്കൊക്കെയും അവരുടെ ജീവിത വിഷയങ്ങൾ പരിഹരിക്കുന്ന സന്ദേശങ്ങളിലൂടെ ആത്മാവ് ബലപ്പെടുത്തുകയും അമ്മ മാതാവ് കൂടെ നിൽക്കുകയും ചെയ്യുന്നത് അനുഭവിക്കുവാനാവും. മകളുടെ സാക്ഷ്യത്തിൽ അതാണ് മകൻ എടുത്തു പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്നതും. അമ്മ മാതാവിനും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.